കണ്ണൂർ തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ക്ഷേത്രമാണിത്. പേര് പോലെ തന്നെ രാജപ്രൗഢി വിളിച്ചോടുന്ന ഒരു ക്ഷേത്രം. മുഴുവൻ ചെങ്കല്ലുകളാൽ നിർമ്മിതം. ഇതിനകത്ത് കയറുമ്പോൾ തന്നെയാണ് ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. അനേകം പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല. പിന്നെ കൂവളത്തിലെ പൂജയ്ക്ക് എടുക്കാത്ത ശിവക്ഷേത്രമാണ്. പിന്നൊരു പ്രത്യേകത ഉള്ളത്, അത്താഴപൂജയ്ക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമുള്ളൂ. അതും നെയ്യമൃത് വഴിപാടോടുകൂടി മാത്രമാണുള്ളൂ. ഞങ്ങളൊരു രാവിലെ 8:30 ആയപ്പോഴേക്കും അവിടെ ചെന്നു. അപ്പോൾ അവിടെ നേദ്യം നടക്കുകയായിരുന്നു. ഞങ്ങളൊരു 10-15 മിനിറ്റ് നേരം അവിടെ നിന്നു. നേദ്യം കഴിഞ്ഞു, നിവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാത്രം അകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങിയിട്ട് ചുറ്റമ്പലത്തിൽ എല്ലാവർക്കും പോകാട്ടോ. ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണ വഴിയിൽ ശ്രീപാർവതി ദേവിയുടെയും ദക്ഷിണാമൂർത്തിയുടെ ഉപദേവതകളായിട്ടുണ്ട്. പിന്നെ ചുറ്റമ്പലം പ്രദക്ഷിണം വെച്ച് വയ്ക്കുമ്പോൾ മാടായി കാവിലമ്മയുടെ സാന്നിധ്യമുണ്ട്. പ്രദക്ഷിണ വഴിയിൽ തന്നെ ഒരു ചെറിയ ചെങ്കൽത്തിട്ടയുണ്ട്. അതിൽ കയറി എന്ന് തൊഴുന്നത് കാശി വിശ്വനാഥനെ എന്നാണ് സങ്കല്പം. പിന്നെ പുറത്തൊരു കൊട്ടമ്പുറം എന്നൊരു സ്ഥാനമുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു കുട്ടിലുമാരി ഒരു സ്ഥലം. ഇവിടെ വച്ച് നൽകുന്ന സ്ഥാനമാനങ്ങൾ വളരെ ഉത്കൃഷ്ടമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനടുത്തായിട്ട് വെങ്കലത്തിൽ തീർത്ത ഏറ്റവും ഉയരമുള്ളൊരു ശിവഭഗവാന്റെ വെങ്കല പ്രതിമയുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തളിപ്പറമ്പിൽ നിന്ന് തിരിച്ചു പോകുന്നു.